ഹലോ, ഷാലു സംവദിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രതികരണ കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ എക്സാമിനും, എല്ലാ മലയാളം പേപ്പർ എക്സാമിനും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ നമുക്ക് എഴുതാനുള്ള ഒരു കാര്യമാണ് പ്രതികരണ കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞിട്ട്. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും 4 or 5 മാർക്കിനൊക്കെ പ്രതികരണ കുറിപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലർക്ക് അതിൽ 2 മാർക്ക് 2.5 മാർക്കൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം എന്താണ് ഇതിന് കാരണം? എങ്ങനെയൊക്കെ എഴുതിയാലാണ് ഒരു പ്രതികരണ കുറിപ്പിന് ഫുൾ മാർക്ക് ലഭിക്കുക, എങ്ങനെയൊക്കെ നമുക്കൊരു പ്രതികരണ കുറിപ്പ് വൃത്തിയായിട്ട് എഴുതാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അധികം വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു അല്ലേ, ഒരു 4 or 5 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ഒരു പ്രതികരണ കുറിപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് മലയാളം പേപ്പറിൽ ഉണ്ടാവാറ്. പക്ഷെ സാധാരണ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ പ്രതികരണ കുറിപ്പ് എന്ത് ഈസിയാണ്, എന്തെങ്കിലുമൊക്കെ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും എന്നൊക്കെ ഉള്ളത്. പക്ഷേ നിങ്ങൾ SLC കുട്ടികളാണെങ്കിൽ പിന്നെ അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ആ ഒരു എക്സാമിനൊക്കെ ഈ ഒരു പ്രതികരണ കുറിപ്പ് എന്ന് പറയുന്നതിന് വളരെയധികം, ആ ഒരു എക്സാമിനല്ല, ഒരുവിധം എല്ലാ മലയാള എക്സാമിനും, എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ, പ്രതികരണ കുറിപ്പ് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമാണ്. അത് ആ ഒരു എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബോറടിപ്പിക്കും. പക്ഷേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ആദ്യം നിങ്ങളൊരു മലയാളം എക്സാം എഴുതുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എഴുതുന്ന രീതി, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ശൈലി, അല്ലെങ്കിൽ എഴുത്തിൻ്റെ വൃത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എഴുതുന്ന രീതി. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും, ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, വിശകലന കുറിപ്പ്, ആസ്വാദന കുറിപ്പ്, ഉപന്യാസം എന്നൊക്കെ പറഞ്ഞിട്ട്, അതിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഴുതുന്ന രീതിയാണ്. ഈ എഴുതുന്ന രീതി നന്നായാൽ തന്നെ നിങ്ങൾക്ക് 5 ഒരു മാർക്ക് കിട്ടി എന്ന് പറയാം. എങ്ങനെയാണ്? ഇതായിരിക്കും നമ്മുടെ മാർജിൻ വരിക. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം, പ്രതികരണക്കുറിപ്പ് എന്ന് ഹെഡിങ് കൊടുക്കണം. ഓക്കെ, പ്രതികരണക്കുറിപ്പ് നമ്മൾ ഹെഡിങ് കൊടുത്തു. എന്നിട്ട് നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതേണ്ടത് പാരഗ്രാഫായിട്ട് എഴുതണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ പാരഗ്രാഫ് തിരിച്ചെഴുതേണ്ടത് പാരഗ്രാഫ് തിരിച്ച് തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 5-6 വരിയിൽ ഒരു പാരഗ്രാഫ് നമ്മൾ അവസാനിപ്പിച്ചു. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ വരി സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മാർജിനിൽ നിന്നായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് മാർജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് സെയിം പോയിന്റിൽ അവസാനിപ്പിക്കണം. സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതും സെയിം പോയിന്റിലായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെട്ടിത്തിരുത്തി കറുപ്പിച്ച് എഴുതാതിരിക്കാൻ ശ്രമിക്കുക. എക്സാം പേപ്പറാണ്, അതിൻ്റെ ആ ഒരു പ്രാധാന്യം അതിന് കൊടുക്കണം. ആദ്യം എഴുതും, ഇത് റെഡിയായില്ല എന്ന് പറഞ്ഞു വിട്ടും, പിന്നെ എഴുതും, അത് റെഡിയായില്ല എന്ന് പറഞ്ഞു വിട്ടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാവാൻ പാടില്ല എക്സാം പേപ്പറിൽ. അങ്ങനെ കാണുമ്പോൾ തന്നെ ആ പേപ്പറിന് ഒരു വൃത്തികേടായിരിക്കും. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് മാർക്ക് പോകും. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് എന്താണ്? രണ്ടാമത്തെ പാരഗ്രാഫ് തന്നെ തിരിച്ചെഴുതണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പ്രതികരണക്കുറിപ്പ് അല്ലേ? നമ്മളിപ്പോൾ എന്ത് ചെയ്തു? പ്രതികരണക്കുറിപ്പ് നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രതികരണക്കുറിപ്പ് എന്നുള്ളത് എഴുതാനുണ്ടാവുക ഏതെങ്കിലും ഒരു പാഠഭാഗത്തിലെ ഡയലോഗോ കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്,
അല്ലെങ്കിൽ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാലും അതൊരു പ്രതികരണ കുറിപ്പാണ് കേട്ടോ. ഈ കാര്യത്തോട് ഇല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു അവകാശവാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക, നിങ്ങളുടെ പ്രതികരണം എഴുതുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഏത് പാഠഭാഗമാണെന്നുള്ളത് നമുക്ക് ഒരു 4-5 പാഠഭാഗം എക്സാമിനുണ്ടാകും. അതിലേതെങ്കിലും ഒരു പാഠഭാഗത്തിലെ ഡയലോഗോ കാര്യങ്ങളൊക്കെ ആയിരിക്കും തന്നിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ കൊടുക്കേണ്ടത് ആ ഫസ്റ്റ് ആ ഏത് പാഠഭാഗത്തിലെ കാര്യമാണോ തന്നത് ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഈ ക്വസ്റ്റ്യനോടുള്ള പ്രതികരണ കുറിപ്പ് എഴുതരുത്. എന്താ ചെയ്യുക? ഏത് പാഠഭാഗത്തിലെയാണോ തന്നത് ആ പാഠഭാഗത്തെ കുറിച്ചിട്ട് ഒരു 5 വരി 6 വരി എഴുതുക. അതിലുള്ള ആ പാഠഭാഗത്തെ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ആ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്, ആ പാഠഭാഗത്തിൻ്റെ എസൻസ് പോയിന്റ്സ്, പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എഴുതണം. പിന്നെ അതുപോലെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ പാരഗ്രാഫ്. ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമ്മുടെ ഡയലോഗ് പറയാനുണ്ടായ സാഹചര്യം ആദ്യം നിങ്ങൾ എഴുതുക. ആ ഒരു സിറ്റുവേഷൻ ആദ്യം എഴുതണം. എന്തുകൊണ്ടാണ്, അതായത് ആ ഒരു ഡയലോഗ് തന്നിരിക്കുമല്ലോ, ആ ഒരു ഡയലോഗ് പറയാനുണ്ടായ കാരണം, ആ ഒരു ഡയലോഗിൻ്റെ സന്ദർഭം എടുത്തെഴുതുക. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? നമ്മളെ പാരഗ്രാഫ് അല്ലെ, ഫസ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ എഴുതേണ്ടത്, രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ എന്താണ്? രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? സാഹചര്യം, ആ ഒരു സന്ദർഭം. ഓക്കെ. മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് ആ ഒരു ഡയലോഗിന് അവിടെ ഉണ്ടായിട്ടുള്ള സന്ദർഭം എടുത്തെഴുതും. ചിലപ്പോൾ കഥ മുഴുവൻ എഴുതേണ്ടി വരും, എന്നാലും സമയമുണ്ടെങ്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ ചുരുക്കിയിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതുക. പിന്നെ പ്രതികരണ കുറിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആസ്വാദനവും ഉപന്യാസവും പോലെ ഒരുപാട് നീട്ടി വലിച്ചിട്ട് എഴുതാൻ പാടില്ല. ഒരു പേജ് ഉണ്ടെങ്കിൽ അതിലൊരു പുറത്തിലൊക്കെ ഒതുങ്ങണം. ഇതൊരു പേപ്പറാണെന്നെങ്കിൽ അതിലൊരു പേജിൽ ഒരു പുറത്തിൽ, ഓക്കെ, ഒരു പേജിൻ്റെ ഒരു പുറത്തിൽ ഒതുങ്ങണം എന്നുള്ളതാണ്. ഏറിപ്പോയ കൂടിപ്പോയ ഒരു 1.5 പേജ്, ഓക്കെ, അത്രയും പ്രതികരണ കുറിപ്പ് വരാം, അതിലേറെ വരരുതേ. എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ സന്ദർഭം എടുത്തെഴുതുക. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മൂന്നാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ഇതിനോടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് യോജിക്കുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെ, ഓക്കെ, ആ കാര്യങ്ങൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എടുത്തെഴുതുക. അപ്പോൾ ഇത്രയുമാണ് ഒരു പ്രതികരണ കുറിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പാരഗ്രാഫ് പാഠഭാഗത്തെ കുറിച്ച് എഴുതുക, രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിനുള്ള സന്ദർഭം എഴുതുക, മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രതികരണ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിലൊന്നും ഈ രണ്ടാമത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് ഇതിലൊന്നും ഒരുപാട് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക ശ്രദ്ധിച്ചുകൊണ്ട് ഒരു നല്ല പ്രതികരണ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ അത് തയ്യാറാക്കിയാൽ മാത്രം പോരാ, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും എക്സാമിന് പ്രത്യേക ഭാഗങ്ങളൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.